Hi students. കഴിഞ്ഞ 3 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡ് സീരീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും സ്കീം ഓഫ് വാല്യുവേഷൻ ആയിരുന്നു. സോ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ സീരീസ് എക്സാമിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരീസ് എക്സാമിന് ഇട്ടിരുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വെച്ചേക്കുക. ചില ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് റിപ്പീറ്റഡ് ഉണ്ട്. അത് ഫസ്റ്റ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചേക്കുക. പ്രോബബ്ലി ഈ ഒരു തേർഡ് ടൈമിലും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നയൻത്ത് ക്വസ്റ്റ്യൻ 2 സെക്ഷൻ ഉണ്ട്. എ സെക്ഷനും ബി സെക്ഷനും ആയിട്ട് രണ്ടും 5 മാർക്ക് വെച്ചിട്ട് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ PLC ladder diagram to realize the 2 inputs AND, OR and XOR gates. 2 ഇൻപുട്സ് ഉള്ള AND ഗേറ്റിനെയും OR ഗേറ്റിനെയും XOR ഗേറ്റിനെ റിയലൈസ് ചെയ്യുന്ന PLC ഡയഗ്രാംസിനെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ജസ്റ്റ് കൂടുതലായിട്ട് നമ്മൾ PLCയെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ലാഡർ ഡയഗ്രാം ലോജിക്കിനെ പറ്റിയോ ഒന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. 5 മാർക്കേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഡയറക്റ്റായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് AND OR XORൻ്റെ PLC ഡയഗ്രാം, അതിന് മിനിമം 1 മാർക്ക് വെച്ചിട്ട് കാണും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ, അതായിരിക്കാം ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, അത് വരച്ചാൽ മാത്രം മതി. സോ അതിന് 2 മാർക്സ് ആയിരിക്കും. സോ 3+2 5 മാർക്സ് ആയിരിക്കും. ഇനി ആൻഡ് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതൊരു ഗേറ്റിനെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സ്വിച്ചസ് ആയിട്ടോ അല്ലെങ്കിൽ റിലേസ് ആയിട്ടായിരിക്കും. സോ ആ സ്വിച്ച് ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ റിലേ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ 1 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, അത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണെന്നുള്ളതിലും. അതുപോലെ സ്വിച്ച് ഓപ്പൺ ആണ്, റിലേ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ 0 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, അതായത് കണക്ഷൻ ഓപ്പൺ ആണ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ല എന്നുള്ളതായിരിക്കും നമ്മളുടെ കോൺസെപ്റ്റ്. സോ 2 സ്വിച്ചായിട്ട് നമ്മൾ എയും ബിയും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എയും ബിയും കൺസിഡർ ചെയ്തിട്ട് ഈ ഓരോ സ്വിച്ചസ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഔട്ട്പുട്ട് കണ്ടീഷൻസ് നമ്മൾ എഴുതുന്നതിനെ നമ്മൾ സാധാരണ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആൻഡ് ഗേറ്റ് എടുത്തു. സോ ആൻഡ് ഗേറ്റ് നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട്സ് എയും ബിയും അതിനെ 0യും 1ഉം ആയിട്ട് എടുത്തേക്കാണ്. സോ 0 ആണ് ഇൻപുട്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും എയോ ബിയോ അല്ലെങ്കിൽ എയും ബിയും 0 ആയാൽ അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. എപ്പോഴാണോ എയും ബിയും അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ട്സ് എല്ലാം ഓൺ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കണക്ഷൻസ് എല്ലാം ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻഡ് ആവത്തുള്ളൂ. സോ ഇവിടെ ഇൻപുട്ട് എയും ബിയും എപ്പോഴാണോ 1 ആയത് അപ്പോൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്കാണ്. സോ ഇതിനെ റിയലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. സോ ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രാമാണ് അതിൻ്റെ ലാഡർ ലോജിക് ഡയഗ്രാം. സോ ഈ ലാഡർ ലോജിക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ 2 വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് ഏറ്റവും എക്സ്ട്രീമിലുള്ള ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതിനെ നമ്മൾ പവർ ലൈൻ എന്ന് പറയും. പവർ ലൈൻസിൽ നമ്മൾ കോമ്പണൻസ് കണക്ട് ചെയ്തത് റങ്സ് ഉപയോഗിച്ചിട്ടാണ്. സോ റങ് നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻപുട്ടുണ്ട്, ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും. സോ ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും നമ്മൾ നോർമലി ഒരു സ്വിച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ പാരലൽ ലൈൻസ് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തത്. പാരലൽ ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്വിച്ച് എന്നുള്ളതും, അതേപോലെ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻപുട്ട് എ ഉണ്ട്, ഇൻപുട്ട് ബി ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. അത് ഒറ്റ റങ്ങിൽ കണക്ട് ചെയ്തേക്കാണ് 2 പവർ ലൈൻസിൻ്റെ ഇടയ്ക്ക്. സോ ഇനി നമുക്ക് ഇതിൽ നിന്ന് സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എപ്പോഴാണോ ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും, അതായത് 2 സ്വിച്ചും ക്ലോസ്ഡ് ആവുന്നത് അപ്പോൾ മാത്രമേ ഔട്ട്പുട്ടിലേക്ക് പവർ എത്തത്തുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് എയോ ഇൻപുട്ട് ബിയോ ഓപ്പൺ ആയാൽ, അല്ലെങ്കിൽ 2 ഇൻപുട്ടും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ പവർ എത്തത്തില്ല. സോ ഇത് തന്നെയാണ് നമ്മുടെ ആൻഡ് ലോജിക്. സോ എപ്പോഴാണോ 2 ഇൻപുട്ടും ക്ലോസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ 2 ഇൻപുട്ടും 1 വരുന്നത് അപ്പോൾ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എപ്പോഴാണോ ഏതെങ്കിലും ഒരു ഇൻപുട്ടും അല്ലെങ്കിൽ 2 ഇൻപുട്ടും ഓപ്പൺ ആവുന്നത് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. സോ ഈ കണ്ടീഷനാണ് ഇതിൻ്റെ റിയലൈസേഷൻ യൂസിങ് ലാഡർ ലോജിക്. ഇനി അടുത്തതാണ് ഓർ ഗേറ്റ്. സോ നമ്മൾ ഓർ ഗേറ്റിൻ്റെ ലാഡർ ലോജിക് ഡയഗ്രാം പറയുന്നതിന് അല്ലെങ്കിൽ വരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇവിടെ ഓർ ലോജിക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻപുട്ടും ഓപ്പൺ ആയാലും, അല്ലെങ്കിൽ 2 സ്വിച്ചസ്, എ എന്നുള്ള സ്വിച്ചും ബി എന്നുള്ള സ്വിച്ച്, അല്ലെങ്കിൽ എ എന്നുള്ള ഇൻപുട്ടോ അല്ലെങ്കിൽ ബി എന്നുള്ള ഇൻപുട്ടോ രണ്ടും ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാത്തതുള്ളൂ. ബാക്കി ഏത് കണ്ടീഷനിലും ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാകും. ഏതെങ്കിലും ഒന്ന് ക്ലോസ്ഡ് ആയാൽ, ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആയാലോ, ഇനി രണ്ടും ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് ഉണ്ടാകും. സോ ഈ ലോജിക്കാണ് ഓർ ലോജിക്. ഇനി ഇതിൻ്റെ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ വീണ്ടും 2 പവർ ലൈൻസ് ഉണ്ട്, L1 L2 ലൈൻസ് ഉണ്ട്, അതിനകത്തേക്ക് റങ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും പാരലൽ കണക്ഷനാണ്. സോ ആൻഡ് ലോജിക്കിൽ നമ്മൾ ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും സീരീസ് കണക്ഷൻ ആയിരുന്നു. സോ രണ്ടും
ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എടുത്തുള്ളൂ. ഇവിടെ ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും പാരലൽ കണക്ഷനാണ്. സോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ടിലേക്ക് സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് സപ്ലൈ എത്തുന്നതായിരിക്കും. സോ ഇവിടെ ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും ഓപ്പൺ ആവുന്ന കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ ഔട്ട്പുട്ടിൽ ഓപ്പൺ കേസ് അല്ലെങ്കിൽ പവർ എത്താത്ത ഒരു കേസ് ഉണ്ടാകുന്നുള്ളൂ. ബാക്കി ഏത് കണ്ടീഷനിലും ഔട്ട്പുട്ടിലേക്ക് പവർ റീച്ച് ചെയ്യും. സോ ഇതാണ് ഓർ ലോജിക്. ഇനി അടുത്തതാണ് എക്സോർ ലോജിക്. സോ എക്സോർ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ രണ്ട് ഇൻപുട്ടും ഓപ്പൺ അല്ലെങ്കിൽ എപ്പോഴാണോ രണ്ട് ഇൻപുട്ടും ക്ലോസ്ഡ്, എപ്പോഴാണോ സ്വിച്ചസ് രണ്ടും ഓപ്പൺ അല്ലെങ്കിൽ എപ്പോഴാണോ സ്വിച്ചസ് രണ്ടും ക്ലോസ്ഡ്, ആ കേസിൽ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ 0 അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് പവർ റീച്ച് ചെയ്യാത്തത്. ബാക്കി കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഓപ്പണോ ഏതെങ്കിലും ഒരു ഇൻപുട്ടോ ക്ലോസ്ഡ് ആകുമ്പോൾ ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുകയും നമുക്ക് പവർ ലഭിക്കുകയും ചെയ്യും. സോ ഇതാണ് എക്സോർ ലോജിക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ രണ്ട് സ്വിച്ച് അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ട്സ് കൺസിഡർ ചെയ്യാൻ കാര്യം ക്വസ്റ്റ്യനിൽ 2 ഇൻപുട്ട്സും തന്നുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ലാഡർ ലോജിക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ പവർ ലൈൻസ് ഉണ്ട്, L1 L2 ലൈൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രണ്ട് സെക്ഷൻ ഓഫ് റങ്സ് ഉണ്ട്. റങ് 1ൽ തന്നെ രണ്ട് പാരലൽ സീരീസ് കണക്ഷൻ നമുക്ക് കാണാം, ഇൻപുട്ട് എയുടെ ഇൻപുട്ട് ബിയുടെ. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ പാരലായിട്ട് വരയ്ക്കുന്ന സ്വിച്ചസ് എന്ന് വെച്ചാൽ നോർമൽ സ്വിച്ചായിട്ടും ഒരു പാരലൽ സ്വിച്ചിൻ്റെ ഇടയ്ക്ക് ഒരു ക്രോസ് കണക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് നേരെ റിവേഴ്സ് ലോജിക് ആയിരിക്കണം എടുക്കുന്നത്. അതായത് ഇൻപുട്ട് ബി ഫസ്റ്റ് ലൈനിൽ നോക്കി ഇപ്പോൾ ഇൻപുട്ട് ബി 0 ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇൻപുട്ട് ബി 0 ആണെന്നുണ്ടെങ്കിൽ പക്ഷേ ആ ലൈനിൽ ഇൻപുട്ട് ബി 1 ആയിരിക്കും. കാര്യം അത് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഈ ലോജിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയും ബിയും 0 ആവുന്ന കേസിൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഒന്നും കിട്ടത്തില്ല. കാര്യം രണ്ട് 0 ആണ്. സോ എപ്പോഴെങ്കിലും രണ്ട് സെക്ഷനിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ ഓപ്പൺ ആയിരിക്കും, അതുകൊണ്ട് ഔട്ട്പുട്ടിൽ കിട്ടത്തില്ല. അതുപോലെ എയും ബിയും 1 ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണക്ഷൻ ഓപ്പൺ ആയിരിക്കും, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടത്തില്ല ഔട്ട്പുട്ട്. പക്ഷേ എയോ ബിയോ 0യോ 1ഓ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കണക്ഷൻ കിട്ടും. സോ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുന്ന A0യും B1ഉം ആണ്. സോ A0യും B1ഉം എടുക്കുന്ന കേസിൽ സെക്കൻഡ് ലൈനിലായിരിക്കും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആകുന്നത്. കാര്യം എ അവിടെ 1ഉം ബിയും അവിടെ 1 ആണ്, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ A1ഉം B0 എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് നേരെ തിരിച്ചുള്ള ലോജിക്കായിരിക്കും, അതായത് ലൈൻ 1ൽ നിന്നായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതാണ് എക്സോർ ലോജിക്. ഇനി അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഗീവ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്. സോ ഓൾറെഡി PLCയുടെ ലാസ്റ്റ് എക്സോറിൻ്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടൈമേഴ്സും കൗണ്ടേഴ്സും അതിൻ്റെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്, ഗീവ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്. സോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ടൈമേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസിന് 2.5 മാർക്കും കൗണ്ടേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസിന് 2.5 മാർക്കുമാണ്. സോ ആദ്യമേ തന്നെ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടൈമർ, അതേപോലെ എന്താണ് കൗണ്ടർ. സോ ടൈമർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമറിനെ യൂസ് ചെയ്യുന്നത്. സോ ഒരു കൺട്രോളർ സെക്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് സിസ്റ്റംസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സിസ്റ്റം വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബി എന്നുള്ളൊരു സിസ്റ്റം റൺ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനൊരു കേസിൽ നമ്മൾ എ എന്ന് പറഞ്ഞ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ തന്നെ ബി എന്നുള്ളൊരു സിസ്റ്റം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. എ എന്നുള്ള സിസ്റ്റത്തിന് ഫസ്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കി ഒരു 10 മിനിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ബി എന്നുള്ള സിസ്റ്റം 10 മിനിറ്റ് കഴിഞ്ഞ് ഓൺ ആക്കിയാൽ മതി. എ ഓൺ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ബി ഓൺ ആക്കേണ്ട ആവശ്യമുള്ളൂ. അത്രയും പവർ നമ്മളവിടെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ടൈമേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ എന്നുള്ളൊരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ടൈമർ അവിടെ 10 മിനിറ്റ്സ് ഡിലേ ഉണ്ടാക്കും. ഈ ഡിലേ കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കൺട്രോളർ അറിയുകയും അതിനനുസരിച്ച് സിസ്റ്റം ബിയെ അല്ലെങ്കിൽ ആ സെക്കൻഡ് സെക്ഷനെ ഓൺ ആക്കുകയും തുടർന്നുള്ള പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് ഓരോ സെക്ഷൻ, അതേപോലെ തന്നെ ഓഫ് ചെയ്യുന്ന കേസിൽ ഇപ്പം ഒരു ഓവൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓവൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓവനെ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ അതിനെ പ്രീ ഹീറ്റ് ചെയ്യേണ്ട പ്രോസസ്സുകളുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ഓവൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അതിനെ കൂൾ ഡൗൺ ചെയ്യേണ്ട പ്രോസസ്സുകളുണ്ടാകും. സോ ഇങ്ങനെയുള്ള ഓരോ പ്രോസസ്സുകൾക്കും അവിടെ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈമേഴ്സിനെ അവിടെ ഒഴിച്ചുവിടാൻ പറ്റത്തില്ല. ഇനി ഇതേപോലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൗണ്ടേഴ്സ്. സോ കൗണ്ടർ എന്ന് വെച്ചാൽ മെയിൻലി ഇവൻസിനെ കൗണ്ട് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഓരോ പ്രോസസ്സിലും നമുക്കറിയാം അവിടെ കൗണ്ടിങ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നെങ്കിൽ ടൈം ഇലാപ്സ്ഡ് ആയിട്ടുള്ളത് കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്തതിനെ കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ കോമ്പോണൻസിൻ്റെ വർക്കിങ്ങിൻ്റെ ഇതിനെ പല രീതിയിൽ നമുക്ക് അവിടെ കൗണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ടേഴ്സ് അവിടെ ഇന്നെവിറ്റബിൾ ആണ്.
സോ ഒരു PLC പ്രോഗ്രാം, ഒരു ഓട്ടോമേഷൻ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഏതൊരു സിസ്റ്റം റൺ ചെയ്യാനും ഡിലേ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡിലേ അനുസരിച്ചാണ് അവിടെ ഓൺ ഓഫ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ടൈമേഴ്സും, അതേപോലെ ഓരോ ഇവൻസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അത് വളരെ സിമ്പിളായിട്ടുള്ള ഇവൻറ്റ്സ് ആവാം, കോംപ്ലിക്കേറ്റഡ് ആവാം, പ്രോഡക്ട്സിൻ്റെ എണ്ണം ആവാം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സുകൾ എത്ര സ്റ്റെപ്പിൽ ചെയ്തെന്നാവാം, അല്ലെങ്കിൽ എത്ര പ്രോസസ്സുകൾ ഒരു മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതാവാം. ഇങ്ങനെ എന്ത് ഒരു ഇവൻറ്റിനെ കൗണ്ട് ചെയ്യാൻ അവിടെ കൗണ്ടേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസിന് 2.5 മാർക്ക് വെച്ചിട്ടാണ് എന്താണ് ടൈമേഴ്സ് എന്നും കൗണ്ടേഴ്സ് എന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് മെൻഷൻ ചെയ്യുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ നോട്ട് ഓൺ SCADA സിസ്റ്റംസ്. സോ SCADA സിസ്റ്റത്തെ പറ്റി ഒരു നോട്ട് എഴുതാനാണ്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഒരു SCADA സിസ്റ്റം എന്ന് എഴുതുന്നതിന് 2 മാർക്കും, അതേപോലെ തന്നെ അതിൻ്റെ ഫിഗേഴ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ 4 മാർക്ക് വെച്ചിട്ട് മൊത്തം 10 മാർക്കാണ് ഈ ഒരു SCADA സിസ്റ്റത്തിന് പറയുന്നത്. സോ മെയിൻലി ഫിഗറുള്ള ഏതൊരു സെക്ഷൻ ആണെങ്കിലും അതിന് ഫിഗറിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. സോ ഫിഗറിന് വിത്ത് റെസ്പെക്ട് ടു ഫിഗർ നമ്മളൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കേണ്ടതാണ്. പിന്നെ എല്ലാം ബ്രീഫായിട്ട് കറക്റ്റ് പോയിൻ്റ് വെച്ചിട്ടായിരിക്കണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് 10 മാർക്സ് അവിടെ സ്കോർ ചെയ്യാവുന്നതാണ്. സോ എന്താണ് ബേസിക്കലി ഒരു SCADA സിസ്റ്റം? SCADA സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ കൺട്രോളിങ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ അന്ന് SCADA സിസ്റ്റംസ് ഡിസ്കസ് ചെയ്തപ്പോൾ എടുത്ത ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഞാൻ എടുത്തു. സോ ലൊക്കേഷൻ A ആണെന്നിരിക്കട്ടെ, അതാണ് കാർ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ മെയിൻ ഏരിയ, അല്ലെങ്കിൽ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ A ആണ്. ഇനി ലൊക്കേഷൻ BCD എന്ന് പറഞ്ഞാൽ 3 ലൊക്കേഷൻ, അതിലൊരു B എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ സീറ്റ് മാനുഫാക്ചർ ചെയ്യും, സീറ്റും അതേപോലെ സീറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നു. C എന്നുള്ള ലൊക്കേഷനിൽ അതിൻ്റെ ടയർ മാനുഫാക്ചർ ചെയ്യുന്നു. D എന്നുള്ള ലൊക്കേഷനിൽ കുറച്ച് ആക്സസറീസ്, മിറേഴ്സ്, അങ്ങനെയുള്ള ലാമ്പ്, ലൈറ്റുകൾ, ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ലൊക്കേഷനാണ് ലൊക്കേഷൻ D. സോ മെയിൻ യൂണിറ്റായ A എപ്പോഴും Bയും Cയും Dയും ആയിട്ട് ആക്സസ് നടത്തിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ മെയിൻ യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് കാറാണോ ഈ കാറിനനുസരിച്ചുള്ള സീറ്റ് കവറും സീറ്റിങ്ങും ആക്സസറീസും ടയേഴ്സും ആയിരിക്കണം BCD യൂണിറ്റുകളിൽ ഉണ്ടാക്കേണ്ടത്. സോ ഇതിനനുസരിച്ച് കറക്റ്റായിട്ടാണ് ഓരോ യൂണിറ്റും പ്രോസസ്സുകൾ ചെയ്യുന്നതെന്നും, അതേപോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെൻട്രൽ കൺട്രോളിങ് യൂണിറ്റാണ് SCADA. സോ ഓരോ SCADA സിസ്റ്റവും നമുക്ക് പറയാൻ ഈ ഓരോ BCD ലൊക്കേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ A എന്നുള്ള മെയിൻ യൂണിറ്റിലുള്ള SCADA സിസ്റ്റം പല ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ടാകും. ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് അവർക്ക് വയേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇനി കുറേ കൂടി ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇടയ്ക്ക് കുറേ ലോക്കൽ സ്റ്റേഷൻസ് കാണും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി. സോ ഒരു മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതിൻ്റെ കൂടെ ടെലിമെട്രി, അതായത് ഡേറ്റ എക്സ്ചേഞ്ചും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സിസ്റ്റമാണ് SCADA. അതേപോലെ ഇവിടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അതിനെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുകയും ഈ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് അനാലിസിസും അതേപോലെ കൺട്രോളും ഒക്കെ നടത്തുകയും പിന്നെ ഈ ഇൻഫർമേഷൻസിനെ ഒരു യൂസറിന് കാണത്തക്ക രീതിയിൽ സ്ക്രീൻസിലോ അല്ലെങ്കിൽ മറ്റൊരു സെക്ഷനിലേക്കോ ഡിസ്പ്ലേ ചെയ്യുകയോ അല്ലെങ്കിൽ യൂസറിലേക്ക് കൈമാറുകയും ചെയ്യുന്ന സിസ്റ്റംസാണ് SCADA സിസ്റ്റംസ്. സോ ഇവരൊരു മെയിൻലി ഒരു സെൻട്രൽ കൺട്രോളിങ് യൂണിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി SCADAയുടെ എൻറ്റയർ ഒരു കോമ്പണൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ SCADA സിസ്റ്റത്തിന് 2 സബ്സെക്ഷനാണ് കോമ്പണൻസിൽ പറയാനുള്ളത്. ഒന്ന് SCADA ഹാർഡ്വെയറും ഒന്ന് SCADAയുടെ സോഫ്റ്റ്വെയറും. ഇനി എന്തൊക്കെയാണ് SCADA ഹാർഡ്വെയറിലുള്ളത്? അതിൽ ഫസ്റ്റ് വൺ ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് കൺട്രോളേഴ്സ്, പിന്നെ ഒരു റിമോട്ട് ടെർമിനൽ യൂണിറ്റ് ഉണ്ട്, മാസ്റ്റർ സ്റ്റേഷൻ ഉണ്ട്, ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. സോ ഇതിൽ ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ A എന്നുള്ള മെയിൻ യൂണിറ്റ്, ഇപ്പോൾ കാർ മാനുഫാക്ചറിങ് A എന്നുള്ള മെയിൻ യൂണിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ചെറിയ സെൻസേഴ്സ് ആയാലും അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ഡിവൈസസ്, സെൻസേഴ്സ് ആവാം, ആക്ച്വേറ്റേഴ്സ് ആവാം, മെഷീൻസ് ആവാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അതെല്ലാം അതിനകത്ത് ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സും അതേപോലെ അവിടെ തന്നെ യൂസ് ചെയ്യുന്ന കൺട്രോളേഴ്സും PLC പോലത്തുള്ള കൺട്രോളേഴ്സാണ് ഫസ്റ്റ് ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് കൺട്രോളേഴ്സായിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ BCD എന്നുള്ള ലൊക്കേഷൻസാണ് റിമോട്ട് ടെർമിനൽ യൂണിറ്റ്. ലൊക്കേഷൻ A ആണ് നമ്മളുടെ മാസ്റ്റർ സ്റ്റേഷൻ. അതുപോലെ മാസ്റ്റർ സ്റ്റേഷനിലുള്ള ഒരു ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. സോ എന്താണ് റിമോട്ട് ടെർമിനൽ യൂണിറ്റ് എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഈ എക്സാമ്പിളിൽ പറഞ്ഞ BCD എന്നുള്ള ലൊക്കേഷൻ, അതായത് സീറ്റ് കവറും സീറ്റും മാനുഫാക്ചർ ചെയ്യുന്ന ലൊക്കേഷനായ Bയും ടയർ മാനുഫാക്ചറിങ് ലൊക്കേഷനായ Cയും അതേപോലെ മിറർ, അതേപോലെ ലാമ്പ്, ലൈറ്റുകൾ, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ലൊക്കേഷനായ Dയുമാണ് നമ്മൾ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഓരോ സബ് യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുന്ന ഓരോ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് റിമോട്ട് ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ആ എൻ്റെ ഇപ്പോൾ ലൊക്കേഷൻ Bയെ കൺട്രോൾ ചെയ്യുന്ന
RTUവിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം ചെക്ക് ചെയ്യുകയും അത് ഓരോ സെൻസേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെ വേരിയബിൾസിനെ പാരാമീറ്റേഴ്സിനെ ചെക്ക് ചെയ്യുകയും അത് കറക്റ്റ് രീതിയിലാണോ അത് പ്രോസസ്സിങ് നടക്കുന്നതെന്നുള്ളത് ഒന്ന് നോക്കുകയും അതിനനുസരിച്ച് കൺട്രോളിങ് ആക്ഷൻസ് എടുക്കുകയും ഇനി എന്തൊക്കെ ഡേറ്റയാണോ അക്വയർ ചെയ്ത് ആ ഡേറ്റയും അതേപോലെ എന്തൊക്കെ കൺട്രോളിങ് സെക്ഷൻസ് അല്ലെ കൺട്രോളിങ് മെഷേഴ്സാണ് അവിടെ എടുത്തത് ഇതിനെല്ലാം ആ റിമോട്ട് സൈറ്റിൽ നിന്ന് ലൊക്കേഷൻ ബിയിൽ നിന്ന് ലൊക്കേഷൻ എയിലേക്ക് അയച്ചു കൊടുക്കുന്നത് റിമോട്ട് ടെർമിനൽ യൂണിറ്റാണ്. സോ പ്രൈമറി ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ലൊക്കേഷനിൽ കൺട്രോളും ഡേറ്റ അക്വസിഷൻ നടക്കും. അതുപോലെ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്തതും അതേപോലെ കിട്ടിയ ഡേറ്റാസും എന്തൊക്കെ മെഷേഴ്സ് എടുത്തു എന്നുള്ളതും നമ്മളുടെ മാസ്റ്റർ സ്റ്റേഷനായ എയിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് റിമോട്ട് ടെർമിനൽ യൂണിറ്റിൻ്റെ ഡ്യൂട്ടി. ഇനി ഇതൊരു റിമോട്ട് ടെർമിനൽ യൂണിറ്റ് ആണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പവർ സപ്ലൈ ഉണ്ട്. പവർ സപ്ലൈ ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കേസാണ്. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പവർ സപ്ലൈ വെച്ചിട്ടാണ് എൻ്റയർ യൂണിറ്റ് റൺ ചെയ്യുന്നത്. പിന്നെ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കൺട്രോളേഴ്സ് പോലത്തുള്ള യൂണിറ്റുകളായിരിക്കും. അവിടെ മൊത്തം കൺട്രോളിങ് മെക്കാനിസം നടത്തുന്ന സിസ്റ്റംസ് ആയിരിക്കും. ഇതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം ലോഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റൺ ചെയ്യിക്കാനുള്ള മെമ്മറീസ് ഉണ്ടാകും. വോളറ്റൈൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറീസ്. അതേപോലെ പല ഇൻപുട്സുകളുണ്ട്. സെൻസറിൽ നിന്ന് വരുന്ന ഇൻപുട്സ് ഉണ്ടാകും. സെൻസേഴ്സ് അനുസരിച്ച് അനലോഗോ ഡിജിറ്റൽ ഇൻപുട്സ് ഉണ്ടാകും. അതേപോലെ ആക്ച്വേറ്റേഴ്സ് ഉണ്ടാകും. ഈ ആക്ച്വേറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ അനലോഗ് ആയിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നൽസ് ഔട്ട്പുട്ടിലും കൊടുക്കുന്നുണ്ടാവും. ഇനി ഇവിടെ നടക്കുന്ന എൻറ്റയർ ഡേറ്റ നമുക്ക് വേണമെങ്കിൽ ആ റിമോട്ട് ടെർമിനൽ യൂണിറ്റിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. അതല്ല ഇനി നമ്മുടെ മെയിൻ സ്റ്റേഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞ വയേർഡ് ആയിട്ടുള്ള വയർലെസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പോസിബിളാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സിൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഹയർ എൻഡ് കൺട്രോളിങ് ആക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് PLCs ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ PLC ഒരു റിമോട്ട് ടെർമിനൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. സോ ഒന്നിലധികം ഒരു മെയിൻ സ്കാഡ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ധാരാളം RTUs ഉണ്ടാകും. ഓരോ RTUവും അവരുടെ ഒരു പർട്ടിക്കുലർ സൈറ്റിലുള്ള ഡേറ്റ മാസ്റ്റർ സ്റ്റേഷനിലെ അറിയിക്കുകയും അതേപോലെ അവർ എടുത്ത കൺട്രോളിങ് മെഷേഴ്സ് മാസ്റ്റർ സ്റ്റേഷൻ അറിയിക്കുകയും മാസ്റ്റർ സ്റ്റേഷൻ ഇത് മോണിറ്റർ ചെയ്തിട്ട് അവർ ചെയ്തത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറക്ഷൻസ് കൊടുക്കുകയും മാസ്റ്റർ സ്റ്റേഷൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഈ പറഞ്ഞ പോലെ RTU എല്ലാ സെൻസേഴ്സുമായിട്ട് അനലോഗുമായിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള സെൻസേഴ്സുമായിട്ട് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ തിരിച്ച് ഔട്ട്പുട്ട് ആക്ച്വേറ്റേഴ്സിനകത്ത് ഒരു അനലോഗോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻ്റർഫേസുകൾ പ്രൊവൈഡ് ചെയ്യുകയും ഈ ഡേറ്റാസിനെല്ലാം ഒരു നല്ല രീതിയിൽ മാസ്റ്റർ സ്റ്റേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളുടെ RTU കേപ്പബിളാണ്. ഇനി എന്താണ് മാസ്റ്റർ സ്റ്റേഷൻ? സോ മാസ്റ്റർ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റിമോട്ട് ടെർമിനൽ യൂണിറ്റിനെ മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ ഡേറ്റ അക്വയർ ചെയ്യുകയും അതിൻ്റെ കൺട്രോളിങ് മെക്കാനിസംസിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാസ്റ്റർ സ്റ്റേഷൻ. സോ മാസ്റ്റർ സ്റ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നിലധികം ധാരാളം RTUs ഉള്ളൊരു കേസാണിത്. സോ ഇത്രയും RTUs നമുക്ക് ഡയറക്റ്റായിട്ട് മാസ്റ്റർ സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് RTUസിനെ ഒരു പർട്ടിക്കുലർ സബ് മാസ്റ്റർ സ്റ്റേഷൻ്റെ കീഴിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ഈ ഓരോ സബ് മാസ്റ്റർ സ്റ്റേഷനായിരിക്കും ഈ ഡേറ്റാസിനെ മാസ്റ്റർ സ്റ്റേഷനിലേക്ക് കൺവേ ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലെങ്കിൽ RTUസിൻ്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മാസ്റ്റർ സ്റ്റേഷനിലേക്കായിരിക്കും ഇതിൽ RTUസിനെ കണക്ട് ചെയ്യുന്നത്. ഒരു സബ് മാസ്റ്റർ സ്റ്റേഷൻ വഴി നമ്മൾ മാസ്റ്റർ സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യും. സോ RTUസിനെ നമ്മൾ കുറച്ച് RTUസിനെ ഒരു പർട്ടിക്കുലർ സബ് മാസ്റ്റർ സ്റ്റേഷൻ്റെ കീഴിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ n നമ്പർ ഓഫ് സബ് മാസ്റ്റർ സ്റ്റേഷൻസ് ആയിരിക്കും മാസ്റ്റർ സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി മാസ്റ്റർ സ്റ്റേഷനിൽ കിട്ടിയ ഡേറ്റാസ് ഇല്ല. സോ RTUവിൻ്റെ ഡേറ്റ സബ് മാസ്റ്റർ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ഇനി ഈ മാസ്റ്റർ സ്റ്റേഷനിൽ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവും. ഈ മെയിൻ സ്റ്റേഷനും ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റും എല്ലാം കൂടെ ചെക്ക് ചെയ്യും. ഈ പറഞ്ഞ് കിട്ടിയ ഡേറ്റയെ വാലുവേറ്റ് ചെയ്യും. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ ആക്ഷൻസ് ആണ് ഓരോ RTUസും എടുത്തതെന്നുള്ളത് ചെക്ക് ചെയ്യും. ഇങ്ങനെ വാലിഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും മാസ്റ്റർ സ്റ്റേഷൻ. തിരിച്ച് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ത്രൂ സബ് മാസ്റ്റർ സ്റ്റേഷൻ വഴിയായിരിക്കും. സോ മാസ്റ്റർ സ്റ്റേഷൻ ഓരോ റിമോട്ട് യൂണിറ്റിലും ചെയ്യുന്ന ടാസ്കുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ ലാർജ് ടെലിമെട്രി സ്റ്റേഷൻസ് ആണെങ്കിൽ നമുക്ക് സബ് മാസ്റ്റർ സ്റ്റേഷൻസ് ഉണ്ടാകും. സോ സബ് മാസ്റ്റർ സ്റ്റേഷൻസ് മെയിൻലി ഡേറ്റയെ RTUവിൽ നിന്ന് മാസ്റ്റർ സ്റ്റേഷനിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഡ്യൂട്ടി. സോ ഡേറ്റ എടുക്കുകയും അതിനെ പാസ് ചെയ്യുകയും തിരിച്ച് മാസ്റ്ററിൽ നിന്നുള്ള ഡേറ്റ RTUവിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മളുടെ സബ് മാസ്റ്റർ സ്റ്റേഷനായിരിക്കും. ഇനി എന്താണ് സ്കാഡ സോഫ്റ്റ്വെയർ? സോ ഇങ്ങനെ ഒരു മെത്തഡോളജി ഒരു ഹാർഡ്വെയർ മെത്തഡോളജി ഇവിടെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു കറസ്പോണ്ടിങ് ഹാർഡ്വെയറിന് പറഞ്ഞു കൊടുക്കാൻ തക്കതായിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്കിവിടെ ആവശ്യമാണ്. സോഫ്റ്റ്വെയർസ് രണ്ട് തരമാണ്. ഒന്ന്
പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, ഒന്ന് ഓപ്പൺ സോഫ്റ്റ്വെയർ ഉണ്ട്. സോ പ്രൊപ്പറേറ്ററിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിന് മാത്രം, ഇപ്പം കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നമുക്ക് കാർ മാനുഫാക്ചറിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ കാറിൻ്റെ ഒരു ഡിസൈൻ ഞാൻ മാറ്റി, അല്ലെങ്കിൽ കാറിൻ്റെ മോഡൽ മാറ്റി, അല്ലെങ്കിൽ ഞാൻ ഒരു സാധാ ഹാച്ച് ബാക്കിൽ നിന്ന് സെഡാനിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ സോഫ്റ്റ്വെയർ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓപ്പൺ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇപ്പോൾ ഹാച്ച് ബാക്ക് ആയിട്ടുള്ള കാർ നമുക്ക് സെഡാനിലേക്ക് വേണമെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് മാറ്റാൻ നമുക്ക് ആ ഓപ്പൺ സോഫ്റ്റ്വെയറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതിയാവും. സോ ഓപ്പൺ സോഴ്സ് സിസ്റ്റംസ് ആയിരിക്കും എപ്പം നമുക്ക് ഇൻ്റർ ഓപ്പറബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് ഒരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം വെച്ചാൽ ഓപ്പൺ സോഫ്റ്റ്വെയർ ആയി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അതിനകത്ത് കൈയടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് കൊണ്ട് നോർമലി കൂടുതലും ഇൻഡസ്ട്രീസ്, അതുപോലെ ഹയർ എൻഡിലുള്ള ഇൻഡസ്ട്രീസ് എല്ലാം അവർ റിലൈ ചെയ്യുന്നത് എപ്പോഴും പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറിലായിരിക്കും. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ അക്വയർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഈ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഈ ഒരു സ്കാഡ സിസ്റ്റത്തിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ കൊടുക്കുക. മാൻ മെഷീൻ ഇൻ്റർഫേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്കാഡ സോഫ്റ്റ്വെയറിൻ്റെ ഡ്യൂട്ടി. സോ നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ മെയിനായിട്ട് സ്കാഡ സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ ഇൻ്റർഫേസ് കൊടുക്കുന്നു, അതേപോലെ യൂസറിന് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ഗ്രാഫിക്കൽ ഡിസ്പ്ലേസ് പ്രൊവൈഡ് ചെയ്തു. ഇനി എന്തെങ്കിലും ഒരു കണ്ടീഷൻസ്, ഹസാറസ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷൻസിൽ അലാംസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്യുന്ന വർക്കിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുക. പിന്നെ എത്ര കമ്പോണൻസിന് വേണമെങ്കിൽ ഇൻ്റർഫേസ് ചെയ്യാൻ സഹായിക്കുക. അതേപോലെ സ്കെയിലബിലിറ്റി, അതായത് ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കാണ് ഞാൻ ആദ്യം സ്കാഡ സോഫ്റ്റ്വെയർ ഹയർ ചെയ്തത്. ഇനി ഞാൻ ആ മാനുഫാക്ചറിങ് യൂണിറ്റ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നേരത്ത് അതിനുള്ള സഹായങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ആ ഒരു പർട്ടിക്കുലർ സ്കാഡ സിസ്റ്റമായിട്ട് റിലേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്ത് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്കാഡ സോഫ്റ്റ്വെയറിൻ്റെ ഡ്യൂട്ടി. സോ ഇത്രയാണ് നമ്മുടെ സ്കാഡ സിസ്റ്റത്തിൻ്റെ ഒരു ഏകദേശ ഐഡിയാസ്. നിങ്ങൾ ആ ഫുൾ നോട്ട്സ് വായിക്കുക. ഇതിൻ്റെ എല്ലാം ഒരു ഐഡിയ നമുക്ക് ബേസിക്കലി ഉണ്ടാവണം. ഒത്തിരി എഴുതുക എന്നുള്ളതല്ല, ഡയറക്റ്റ് ഐഡിയ കൺവേ ചെയ്യുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ലഭിക്കുക. സോ ഇത് വലിയ പ്രശ്നമില്ലാത്ത സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. സോ അത് വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 4 വീഡിയോസും മറക്കാതെ കാണുക. അതിൻ്റെ കാണാൻ മാത്രം പോരാ, അതിൻ്റെ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ മനസ്സിലാക്കുക, ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. താങ്ക് യു.